അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ചേട്ടത്തി അമ്മ ശ്രുതി. അപ്പോൾ ഇത് മഹേഷ് ശങ്കർ. ഇതാണ് എൻ്റെ ചേട്ടൻ സൂരജ്. उमर पास दिखाओ दो दाई पड़े. ഹലോ ഗൈസ്, വെൽക്കം ടു ലൈഫ് വിത്ത് രാഗിണി. അപ്പോൾ നമ്മൾ മുംബൈയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം കാശിയും കണ്ണനും കൂടി ഫുൾ അലമ്പാക്കി. അപ്പോൾ കുറച്ച് ഞാൻ വീഡിയോസ് ഫസ്റ്റ് ഭാഗം ഒക്കെ എടുത്തായിരുന്നു, പക്ഷെ അതൊന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ലാസ്റ്റ് എൻഡിങ് ഒന്നും ഇല്ല ഇവിടെ ലാൻഡ് ചെയ്യുന്നതൊന്നും. അപ്പോൾ അതൊക്കെ നമ്മൾ ക്യാൻസലാക്കിയിരിക്കുകയാണ്. ഞാനിവിടെ മുംബൈയിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഞാനിവിടെ എൻ്റെ ചേട്ടത്തിയമ്മ, എൻ്റെ ഭർത്താവ്, ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ ഒന്ന് ഔട്ടിങ് പോവാണ് കേട്ടോ. രാത്രിയാണ് ഇപ്പോൾ. അപ്പോൾ ഇവിടെ മുംബൈയിലെ സ്ട്രീറ്റ് ഫുഡ് അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ എൻ്റെ ചേട്ടനെയും ചേട്ടത്തിയമ്മേനെയും കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ചേട്ടത്തിയമ്മ ശ്രുതി. അപ്പോൾ ഇത് മഹേഷ് ശങ്കർ. ഇതാണ് എൻ്റെ ചേട്ടൻ സൂരജ്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇപ്പോൾ ജസ്റ്റ് ഒരു നൈറ്റ് എക്സ്പ്ലോറിന് പോവാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഏത് പാതിരാത്രി എവിടെ വിളിച്ചാലും ഞാൻ റെഡി ആട്ടോ പോവാൻ. ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് മുംബൈ ആകുമ്പോൾ പിന്നെ ഒന്നും പറയണ്ടല്ലോ, ഇവർ വിളിച്ചത് ഞാൻ റെഡി പോവാൻ. മഹേഷ് ഏട്ടനെയും വലിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കാണുന്ന മുംബൈ. ഞങ്ങളിവിടെ ഖാർഗറിലാണ് കേട്ടോ. ഇതിവിടുത്തെ മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. എന്ത് രസമല്ലേ, ഫുള്ള് ലൈറ്റ്സൊക്കെ ഓണാക്കിയിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ. നമുക്കൊരു പോകുമ്പോൾ തന്നെ ഒരു നല്ല വൈബ് കിട്ടുന്നുണ്ട് അല്ലേ. ഇവിടെ രണ്ട് ഭാഗത്ത് നോക്കിയാൽ ഫുള്ള് ഫുഡ് സ്ട്രീറ്റ്സ് ആട്ടോ. കുറേ ഫുഡ് സ്ട്രീറ്റ്സ് ഉണ്ട് കേട്ടോ. പിന്നെ കുറേ ടെക്സ്റ്റൈൽ ഷോപ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ നിന്നൊന്നല്ല പർച്ചേസ് ചെയ്യുക, വേറൊരു സ്ഥലമുണ്ട് കുറച്ചും കൂടി ചീപ്പായിട്ട് കിട്ടുന്നത്. അപ്പം അവിടെ പോയി പർച്ചേസ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മുടെ ലക്ഷ്യം ഫലൂദയാണല്ലോ. അപ്പം നമുക്കിതൊന്നും വേണ്ട, നമുക്ക് നേരെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാം അല്ലേ. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടതൊരു ഫലൂഡ ഷോപ്പ് തന്നെയാണ് കേട്ടോ. പക്ഷേ അതിനെക്കാട്ടും നല്ലൊരു ഉഗ്രൻ പ്ലേസിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇവരെന്നെ തൽക്കാലം കൊണ്ടുപോകുന്നത്. നമ്മുടെ ചേട്ടനും ചേട്ടത്തിയമ്മയാണ് നമ്മുടെ വഴികാട്ടി എന്ന് പറയാം അല്ലേ. ഇത് നോക്കിയേ, കുറേ പച്ചക്കറി, നല്ല രസമല്ലേ കാണാൻ. കുറേ ആൻറ്റിമാരും അങ്കിൾമാരും ഒക്കെ ഈവനിങ്ങിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. നോക്കിയാൽ എത്ര ചെരുപ്പല്ലേ, നല്ല രസമുണ്ട് കാണാൻ. ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളെ ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടി കുറേ അല്ലറ ചില്ലറ കാര്യങ്ങളുണ്ടാവില്ലേ, നമ്മൾ പക്ഷെ അതൊന്നും നോക്കണ്ട കേട്ടോ. ഇതൊരു ചെറിയ അമ്പലമാണ്. അങ്ങനെ നമ്മളവിടെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നോക്കിയാൽ കുറേ ഫുഡ് സ്റ്റോൾസ് ഉണ്ട് കേട്ടോ. ഈ ഭാഗം ഫുള്ള് ഫുഡ് സ്റ്റോൾസിൻ്റെ ഒരു മെയിൻ പ്രദേശം എന്ന് പറയാം. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും ഏതെടുക്കണം എന്ന്. ആൾക്കാരെ തട്ടിത്തടഞ്ഞ് നടക്കാൻ തന്നെ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, ഈ രണ്ട് ചേട്ടന്മാരാണ് കേട്ടോ നമുക്ക് നല്ല ടേസ്റ്റി ഫലൂദ ഉണ്ടാക്കണത്. ഒരു ട്രക്കിലാട്ടോ ഈ ഫലൂദ ഉണ്ടാക്കണത്. ഇതിൻ്റെ പേര്, ഈ ഫലൂദ സ്റ്റേഷൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. ഇതിൽ ചിലപ്പോൾ ഉണ്ടാവും. ഞാനിതാ ഭയങ്കരമായിട്ട് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കഴിച്ചതൊരു കുൽഫിയാണ്, റബ്ദി കുൽഫി, എന്തോ ഒരു മലായി കുൽഫി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവരാണ് നമുക്ക് ഏതെടുക്കണം എന്നൊക്കെ, ലൈക്ക് നല്ല അതിലേതാ ബെസ്റ്റ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നത്. ഇതാണ് കേട്ടോ അവിടുത്തെ മെനു. മഹേഷേട്ടൻ ഇതൊന്നും കഴിക്കില്ല. മഹേഷേട്ടന് അത്ര താല്പര്യമില്ല ഈ ടേസ്റ്റൊന്നും, മലായി ടേസ്റ്റൊന്നും മഹേഷേട്ടൻ്റെ ചോയ്സ് അല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ 2 റബ്ഡി കുൽഫി വാങ്ങിയായിരുന്നു കേട്ടോ. രണ്ടും സെയിം ഫ്ലേവറാണ് മേടിച്ചത്, ബിക്കോസ് വേറെ ഫ്ലേവേഴ്സൊന്നും അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അവിടെ ഫലൂദ, കുൽഫി, പിന്നെ ഐസ് ഗോള, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഐസ്ക്രീംസ് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മൾ മേടിച്ച ഫലൂദ, രാജ്ഭോഗ് ഫലൂദ അങ്ങനെ എന്തായിരുന്നു ഇതിൻ്റെ പേര്. കുറേ നട്ട്സൊക്കെ ഇട്ടിട്ടുള്ള നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു ഫലൂദയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഒരു ചേച്ചി ഇതാ ബലൂണൊക്കെ വിറ്റിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഇവരുടെ കയ്യിലൊന്നും ഗൂഗിൾ പേ ഉണ്ടാവില്ല എന്ന് കേട്ടോ. ഞങ്ങൾക്ക് ആയിരുന്നെങ്കിൽ ഫോണേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ കയ്യിൽ. അങ്ങനെ നോക്കുമ്പോൾ ഈ ചേച്ചിൻ്റെ കയ്യിലും ഉണ്ട് ഗൂഗിൾ പേ. കാലം പോയൊരു പോക്കില്ലേ. ഇതാണ് കേട്ടോ ഈ ഫലൂദ കടേൻ്റെ പേര്. അങ്ങനെ കുറേ ടോൾ ബിൽഡിങ്സും എല്ലാം ഉണ്ട് കേട്ടോ.
तुम्हारे पास दिखाओ लाओ दो भाई पर അങ്ങനെ ഞങ്ങൾ ഫലൂദ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാട്ടോ ഒരു കുട്ടി വന്നിട്ട് നമ്മളോട് പറഞ്ഞു ഫുഡ് മേടിച്ച് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഫസ്റ്റ് പക്ഷേ ആ കുട്ടി ഇങ്ങനെ നമ്മളെ നോക്കിയിട്ട് ഫോണ് ഐഫോൺ ആണല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പേടിച്ചു പോയിട്ടോ. കാരണം ഫോണ് അങ്ങനെ എടുത്തുകൊണ്ട് പോണ നമ്മൾ കാണലുണ്ടല്ലോ ഓരോ ന്യൂസിലൊക്കെ. അപ്പോൾ നമ്മൾ ഓക്കെ ഫുഡ് മേടിച്ച് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നപ്പോൾ അവൻ്റെ വിധം മാറി, അവന് ടോയ് ആയി വേണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ എന്തായാലും ടോയ് മേടിച്ച് തരില്ല, നിനക്ക് വേണമെങ്കിൽ ഫുഡ് മേടിച്ച് തരാമെന്ന് പറഞ്ഞു. ഒരു നേരത്തെ ഫുഡല്ലേ അത് നമ്മൾ മേടിച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഓക്കെ അവസാനം ഓക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവന് എന്താ ലോലിപോപ്പ് നൂഡിൽസ് ഒക്കെ വേണമെന്ന് പറഞ്ഞു. ഞങ്ങളതൊക്കെ വാങ്ങിക്കൊടുത്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു പിന്നെ പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പൈസ തരില്ല, ഫുഡ് ഇപ്പോൾ മേടിച്ചു തന്നല്ലോ, അപ്പോൾ നമ്മളിനി പൈസ ആയിട്ടൊന്നും തരാൻ പോകുന്നില്ല. കാരണം കൊച്ചു കുട്ടികൾക്ക് ചിലപ്പം അവരത് മിസ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ തന്നെ ഓരോ ന്യൂസിൽ കാണുന്നതല്ലേ പൈസ കൊടുത്തിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതല്ലേ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇങ്ങനത്തെ സ്ട്രീറ്റ്സിലൊക്കെ പോകുമ്പോഴും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഫുഡ് മേടിച്ച് കൊടുക്കുന്നതിനൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ ചിലപ്പോൾ ഇവിടെ ഇപ്പം എൻ്റെ ചേട്ടനൊക്കെ പറഞ്ഞായിരുന്നു, ഇവർ ഈ ഫുഡ് വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ട് അവരുടെ നിന്ന് ഫോണൊക്കെ മേടിച്ചിട്ട് അവർ ആ ഫോൺ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഫുഡൊന്ന് കൊടുക്കും വേറെ ആൾക്കാർക്ക്. 1 മണിക്കൂർ നേരത്തേക്കൊക്കെ ഫുഡ് കൊടുത്തിട്ട് ഫോൺ മേടിക്കുന്ന കുട്ടികളും ഉണ്ട്. ഇവൻ അങ്ങനത്തെ കാറ്റഗറിയിലാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഫുഡ് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. खुश हो गया? अच्छा पैसे की जरूरत है क्या पैसा है खाने हैं? क्या खाओ क्या है आपका खाओ हैं? अंधेरी अंधेरा ये कहाँ से सेट? ये महाराष्ट्र में ना, ये तमसक है. ചലോ താങ്ക് യു. ഇവിടെ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ വന്ന് ഫുഡൊക്കെ ചോദിക്കും. ചില ആൾക്കാർ അതിൽ നല്ല ആൾക്കാരായിരിക്കും, ചില ആൾക്കാർ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്താണെന്നൊക്കെ. പക്ഷേ നമ്മൾ ഒരു നേരത്തെ ഫുഡ് കൊടുക്കുന്നതിന് ഒരു തെറ്റുമില്ല. നമ്മൾ അവരുടെ കയ്യിൽ പൈസ കൊടുക്കുന്നതിനെക്കാട്ടും എത്രയോ ഭേദമാണല്ലോ ഒരു ഫുഡ് മേടിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടോ. ശ്രീജി ഫലൂദ സെൻറ്റർ എന്നോ അങ്ങനെ എന്തോ ആയിരുന്നു ഇതിൻ്റെ പേര്. അങ്ങനെ ഞങ്ങളൊരു ഫലൂദയും കൂടി പാർസൽ മേടിച്ചായിരുന്നു. ഇവിടെ അമ്മയും വല്യമ്മയും കാശി അപ്പോഴത്തേക്കും ഉറങ്ങിയായിരുന്നു. അപ്പം അവൻ പിന്നെ അല്ലെങ്കിലും ഇങ്ങനത്തെ നട്ട്സുള്ള ഫലൂദ കഴിക്കുന്നത് ഭയങ്കര കുറവാണ്. പിന്നെ ഞങ്ങളൊരു റബ്ഡി ഷോട്ടും കൂടി മേടിച്ചായിരുന്നു കേട്ടോ. അത് നമ്മുടെ ഈ നേരത്തെ നമ്മൾ റബ്ഡി ഫലൂദ കഴിച്ചല്ലോ അതിൻ്റെ തന്നെ ഒരു ഷോട്ടാണ്. നമുക്ക് ഒറ്റയ്ക്കൊന്നും ഒരാൾക്ക് കഴിക്കാൻ പറ്റില്ല. ഞങ്ങളതും പാർസൽ മേടിച്ചായിരുന്നു കേട്ടോ. പിന്നെ അപ്പം നമ്മളിവിടെ ഫലൂദയൊക്കെ കഴിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി ഫലൂദയായിരുന്നു. പക്ഷെ അതിൽ എന്തോ ഒരു ബ്ലൂ എന്തോ ഒരു എസെൻസ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഫ്ലേവർ അല്ല, എന്തോ ഒരു എസെൻസ്, ബ്ലൂ എസെൻസ്. അതത്ര രസമില്ല. ബാക്കിയെല്ലാം നല്ലായിരുന്നു. നമ്മളൊരു പാർസലും മേടിച്ചിട്ടുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. ബൈ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.